മധുരമുള്ള പലഹാരങ്ങൾ എന്തായാലും കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടതാണെങ്കിൽ പറയേ വേണ്ട, അത് അതിലും വലിയ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ തേങ്ങ കൊണ്ടുള്ളൊരു ഐറ്റമാണ് കേട്ടെന്ന്. അപ്പോൾ ആദ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മുറി തേങ്ങ എടുത്തേക്കണേ കേട്ടോ. അത് ജാറിൽ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് വല്ലാതെ ഇങ്ങനെ അരച്ച് മെഴുക് പോലെ നാക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. ഇനി 2 കട്ട ശർക്കര കൊണ്ട് പാനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. ആ ഒരു പാനി അരിച്ചെടുത്തത് ഞാൻ പാനിലേക്ക് ഒഴിക്കാൻ കേട്ടോ. അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തേക്കുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടുക. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടുക കേട്ടോ. ഞാൻ ചതച്ചതാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിച്ച് വറ്റിക്കുക. ഇനി ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ഇടണം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം ശർക്കര ഇടുന്ന ഏതൊരു ഇതിലാണെങ്കിലും നമുക്കൊരു കുറച്ച് പഞ്ചസാര ഇടണം, നല്ലതാണ് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാര നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഏകദേശം പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ലെവലിൽ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി അത് ഇറക്കാറാവുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പാൻ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാനത് മാറ്റുവാണ്. അപ്പോൾ ആ ചൂടോടെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ആക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തേക്കണത്. അപ്പോൾ തേങ്ങയും ശർക്കരയും മാത്രം ഇട്ടിട്ടുള്ളൊരു നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ മോന് ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ.